ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ ലെഡ്ജർ എന്താണ്, പോസ്റ്റിംഗ് എന്താണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മുന്നേ നമ്മൾ ജേണലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻ തന്നാൽ ജേണൽ എൻട്രി എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ആ ജേണലിൽ വരുന്ന, അതായത് ഒരേപോലെയുള്ള ഐറ്റംസ്, ട്രാൻസാക്ഷനിൽ വരുന്ന സിമിലർ ഐറ്റംസ് വേറൊരു അക്കൗണ്ടിലേക്ക്, ജേണൽ എഴുതിയതിന് ശേഷം വേറൊരു അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യും. ആ അക്കൗണ്ടിൻ്റെ പേരാണ് ലെഡ്ജർ. അതിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. ഇപ്പോൾ ലെഡ്ജറിലേക്ക് നമ്മൾ സാധാരണയായിട്ട് പോസ്റ്റ് ചെയ്യുക എന്നാണ് പറയാറ്. ജേണൽ എൻട്രി എഴുതുമ്പം ജേണലൈസിങ്, ലെഡ്ജറിലേക്ക് ജേണൽ നോക്കി റെക്കോർഡ് ചെയ്യുമ്പം അതിനെ പോസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ലെഡ്ജർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ജേണൽ ബുക്സ് ഓഫ് പ്രൈം എൻട്രി ആണ്, കാരണം ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കി ഫസ്റ്റ് ജേണൽ എൻട്രി ആണ് എഴുതുന്നത്. അതിനെ ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയും. ജേണൽ നോക്കിയിട്ടാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനെ ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി എന്നും പറയും. അപ്പോൾ ലെഡ്ജർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന നോക്കാം. നമ്മൾ ആദ്യം ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു പേജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇത് ഡെബിറ്റ് സൈഡ് DR കാണിക്കുക ഡെബിറ്റർ, ഇത് ക്രെഡിറ്റ് സൈഡും. അതായത് ഒരു പേജിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന അതേപോലത്തുള്ള കോളം തന്നെയാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്. നമ്മളിത് ഡിവൈഡ് ചെയ്തു. ഇനി ഞാൻ ലെഡ്ജർ വരാൻ തുടങ്ങുമെന്ന്. ഈ ലെഡ്ജറിൽ ഫസ്റ്റ് ഡേറ്റ് കോളം വരും, then particulars column. അതിനുശേഷം JF എന്ന് പറഞ്ഞാൽ ജേണൽ ഫോളിയോ, ജേണലിൻ്റെ പേജ് നമ്പർ. പിന്നെ എമൗണ്ട് കോളം, ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലും വരണം. ഡേറ്റ്, then particulars, JF, എമൗണ്ട്. അപ്പം നമ്മൾ ഇതിന് രണ്ടായി ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഇവിടെ ഒരു രണ്ട് ഡബിൾ ലൈൻ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ പേജിനെ രണ്ടായി ഡിവൈഡ് ചെയ്തെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ട് സൈഡും. ഇങ്ങനെയാണ് ലെഡ്ജറിന് കോളം വരിക. അപ്പം ഞാനിവിടെ താഴെ കുറച്ച് സ്പേസ് വെക്കുന്നുണ്ട്, കാരണം നമുക്കിപ്പോൾ ട്രാൻസാക്ഷൻ തന്നിട്ടാണ് ഉള്ളത്. ട്രാൻസാക്ഷൻ നോക്കി പെട്ടെന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ജേണൽ എൻട്രി എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം. പക്ഷേ വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ ജേണൽ എൻട്രി എഴുതുന്നില്ല. നേരിട്ട് നമുക്ക് ഇവിടെ ലെഡ്ജർ മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രാൻസാക്ഷൻ ഇവിടെ ഡേറ്റ് കോളം ഹെഡിങ് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, JF, ജേണൽ ഫോളിയോ. ജേണലിലെ ഏത് പേജിൽ നിന്നാണ് ഇവിടത്തേക്ക് പോസ്റ്റ് ചെയ്തത് അത് ഇവിടെ എഴുതണം. ദെൻ എമൗണ്ട്, ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. ജൂലൈ 2014, ജൂലൈ 1 ആണ് വരുന്നത്. മിസ്റ്റർ വർമ്മ കമൻസ്ഡ് ബിസിനസ് ഓൺ 1 ജൂലൈ 2014 വിത്ത് ₹1,50,000. ബിസിനസ് വർമ്മ 1 ജൂലൈയിൽ ബിസിനസ് ആരംഭിച്ചു. എത്ര റുപ്പീസ് കൊണ്ട്? 1,50,000, 1,50,000 കൊണ്ട്. ആ 1,50,000 പറയുന്ന പേര് ക്യാപിറ്റലാണ്. അപ്പം ബിസിനസ് ആരംഭിക്കുമ്പോൾ കൊണ്ടുവരുന്ന എമൗണ്ട് ക്യാപിറ്റൽ ആണെങ്കിൽ ജേണൽ എൻട്രി എന്താ വരിക? ബിസിനസ്സിലേക്ക് വരുന്നത് ക്യാഷ് ആണ്. ക്യാഷ് ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു വർമാസ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക. വർമാസ് ക്യാപിറ്റൽ. ഇത് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ്റെ അത് എമൗണ്ട് എഴുതണം. ഞാനിത് ഫോമിൽ എഴുതുന്നില്ല, അതിൻ്റേതായ ഫോമിൽ ഞാൻ എഴുതുന്നില്ല, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എഴുതുന്നതാണ്. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹56,000. 10th ഗുഡ്സ് വാങ്ങി. പർച്ചേസ്ഡ് ഗുഡ്സ് ആണ് വാങ്ങിയത്. ഗുഡ്സ് വാങ്ങിയാൽ ഒരിക്കലും ഗുഡ്സ് എന്ന് എഴുതാൻ പാടില്ല. ബിസിനസ്സിലേക്ക് വന്നത് ഗുഡ്സ് ആണ്, ഗുഡ്സ് എന്ന് എഴുതാൻ പാടില്ല, പർച്ചേസ് എന്ന് എഴുതാൻ പാടുള്ളൂ.
പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. നെക്സ്റ്റ് സോൾഡ് ടു രാജൻ ഗുഡ്സ്. രാജന് സാധനം വിറ്റു. ഫോർ ക്യാഷ് പ്രത്യേകം പറഞ്ഞിട്ട് ഫോർ ക്യാഷ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കും, കടത്തിനായിരിക്കില്ല വിറ്റത്. ഫോർ ക്യാഷ് ഇവിടെ ഇല്ലെങ്കിൽ കടത്തിന് വിറ്റതായിരിക്കും. അപ്പോൾ സാധനം വിറ്റാൽ പൈസയാണ് ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ബിസിനസ്സിലേക്ക് വന്നത് പൈസയാകുമ്പം ക്യാഷ് ഡെബിറ്റ് ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സോൾഡ് ഗുഡ്സ്. സോൾഡ് ഗുഡ്സ് സാധനങ്ങൾ വിറ്റു. അപ്പം ഗുഡ്സാണ് ശരിക്കും ക്രെഡിറ്റ് ചെയ്യേണ്ടത്, പക്ഷേ ഗുഡ്സ് ചെയ്യാൻ പാടില്ല, സെയിൽസാണ് എഴുതേണ്ടത് ഗുഡ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് 3 ജേർണൽ എൻട്രി. ഈ ജേർണൽ എൻട്രി വെച്ചിട്ട് നമ്മൾ ലെഡ്ജർ ഏതൊക്കെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന ഈ ജേർണൽ എൻട്രി നോക്കിയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നാമത് നമ്മൾ ക്യാഷ് പ്രിപ്പയർ ചെയ്യാം. ലെഡ്ജർ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക. ജേർണൽ എൻട്രി വെച്ചിട്ട് വേണം നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ. ജേർണൽ എൻട്രിയിൽ ഫസ്റ്റ് ഒന്നാമത്തെ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വർമാസ് ക്യാപിറ്റലാണ്. അപ്പോൾ ഇവിടെ ഈ ജേർണൽ എൻട്രിയിൽ ക്യാഷ് ഉള്ളത് കൊണ്ട് ഈ ജേർണൽ എൻട്രി നമ്മൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കണം. അപ്പോൾ ഇതിൽ ക്യാഷ് എഴുതാൻ പാടില്ല. അതർ അക്കൗണ്ട് ഏതാണോ അതാണ് എഴുതേണ്ടത്. വർമാസ് ക്യാപിറ്റലാണ് ഇതിലേക്ക് എഴുതേണ്ടത്. അതേത് സൈഡിൽ എഴുതണോ, ഡെബിറ്റിൽ എഴുതണോ ക്രെഡിറ്റിൽ എഴുതണോ അത് മനസ്സിലാകണമെങ്കിൽ വർമാസ് ക്യാപിറ്റൽ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, ക്രെഡിറ്റാണ് ചെയ്തിട്ടുള്ളത്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ക്യാഷ് ഡെബിറ്റ് ചെയ്തു, വർമാസ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തു. ജേർണൽ എൻട്രിയിൽ വർമാസ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഡ്ജറിൽ അത് ഡെബിറ്റ് സൈഡിലാണ് വേണ്ടത്. ഇവിടെയാണ് വേണ്ടത് ഡെബിറ്റ് സൈഡ്. ഡേറ്റ് 1 ജൂലൈ 2014 ടു വർമാസ് ക്യാപിറ്റൽ. എമൗണ്ട് 1,50,000. അടുത്ത ജേർണൽ എൻട്രി ഇതാണ്. ഇതിൽ ക്യാഷ് ഉണ്ടോ നോക്കുക. ക്യാഷ് അക്കൗണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്യാഷ് ഉണ്ടോ നോക്കണം. ക്യാഷ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഈ ജേർണൽ എൻട്രിയും ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ക്യാഷ് പോസ്റ്റ് ചെയ്യാൻ പാടില്ല, അതർ അക്കൗണ്ടാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് ആണ് പോസ്റ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് ഇവിടെ ഡെബിറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഡ്ജറിൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ക്രെഡിറ്റ് സൈഡ് ഇതാണ്. ഡേറ്റ് 10th ജൂലൈ. പർച്ചേസ് എമൗണ്ട് 56,000. അടുത്തത് ക്യാഷ്. ഇതിലും ക്യാഷ് വരുന്നുണ്ട്. അപ്പോൾ ഈ ജേർണൽ എൻട്രിയും ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടതാണ്. അതർ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യണം. സെയിൽസാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. സെയിൽസ് ഇവിടെ ക്രെഡിറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിലേക്കാണ് സെയിൽസ് വരും. ഡേറ്റ് 15th ജൂലൈ. സെയിൽസ് അതേ പേരിലങ്ങ് ചെയ്താൽ മതി. എമൗണ്ട് 25,000. ഇനി ഇവിടെ ഒന്നും പോസ്റ്റ് ചെയ്യാനില്ല. പോസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് അസറ്റ് ആയതുകൊണ്ട് പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്യുമ്പം ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പം ഒരു എമൗണ്ട് എഴുതാനുള്ള ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ടോട്ടൽ ചെയ്യാൻ. നേർക്ക് നേരെ ലൈന് വരക്കണം. എന്നിട്ട് ടോട്ടൽ ചെയ്യാൻ പാടുള്ളൂ. എമൗണ്ട് കോളം മാത്രം. അപ്പോൾ ഇതിൽ ഏത് സൈഡാണ് കൂടുതൽ വരുന്നത്? ഈ സൈഡാണ് കൂടുതൽ വരുന്നത്. 1,50,000 25,000 1,75,000 1,75,000. ഈ ടോട്ടൽ തന്നെ ആയിരിക്കണം ഇപ്പുറത്തെ സൈഡിലും. ഇവിടെ 56,000 മാത്രമേ ഉള്ളൂ എങ്കിലും അതിനോടുകൂടി എമൗണ്ട് ആഡ് ചെയ്തിട്ട് 1,75,000 ആക്കണം. അപ്പോൾ ഇവിടെ 1,75,000 ആകണമെങ്കിൽ എത്ര ഇവിടെ ചേർക്കേണ്ടതായിട്ട് വരും? 1,19,000. അപ്പോൾ ഈ 1,09,000 ഇതിലിവിടെ ചേർത്താൽ മാത്രമേ ഇത് 1,75,000 ആവുള്ളൂ. ഇതിന് സെയിം എമൗണ്ട് ഇവിടെ വരണമെങ്കിൽ ഇതിനോടുകൂടി 1,19,000 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നേർക്കെന്താ എഴുതി കൊടുക്കുക? ഇവിടെ ഒരു എമൗണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ബാലൻസ് ക്യാരി ഡൗൺ. ഇത് അസറ്റ് അക്കൗണ്ട് ആയതുകൊണ്ടാണ് ബാലൻസ് ക്യാരി ഡൗൺ ഇട്ട് കൊടുക്കുന്നത്. ഈ ബാലൻസ് ക്യാരി ഡൗൺ ഇടേണ്ടത് ക്ലോസിംഗ് ഡേറ്റിനായിരിക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു മാസത്തെ ട്രാൻസാക്ഷൻ മാത്രം ആയതുകൊണ്ട് 31st ജൂലൈ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഡേറ്റ് ഇട്ട് കൊടുക്കുന്നത് ക്ലോസിംഗ് ഡേറ്റിനാണ് ഇട്ട് കൊടുക്കേണ്ടത് 31. ഇത് ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ വർഷത്തിൻ്റെ അവസാനമുള്ള ഡേറ്റ്. ബാലൻസ് ക്യാരി ഡൗൺ ഇട്ട് കൊടുത്തിട്ട് ഇത് ഡിഫറൻസ് ആണ്. ഈ ടോട്ടലും ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത്. ഇനി ഈ ബാലൻസ് ക്യാരി ഡൗൺ നെക്സ്റ്റ് ഡേറ്റിന് 1st ഓഗസ്റ്റിന് ഇവിടെ ബ്രോട്ട് ഡൗൺ ചെയ്യണം. ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഇതെന്താ മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബിസിനസ് ആരംഭിക്കാൻ ഇയാൾ ഇത്ര പൈസ കൊണ്ടുവന്നു,
ആ പൈസക്ക് ഇത്ര സാധനം വാങ്ങി ഇത്ര സാധനം വിറ്റു, ബാക്കി കയ്യിലുള്ള ക്യാഷ്, ബിസിനസ് ചെയ്യാൻ ആവശ്യമായി ഉള്ള ക്യാഷ് ഇപ്പോൾ ഇത്രയാണ് കയ്യിലുള്ളത്, അത് അടുത്ത മാസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ 3 ജേണൽ എൻട്രിയിലുള്ള ക്യാഷും ഇവിടെ പോസ്റ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിൽ വരുന്ന 3 പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ലെഡ്ജർ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ഏത് ലെഡ്ജറാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ നമ്മൾ. അപ്പോൾ ഈ 1ാമത്തെ ജേണൽ എൻട്രിയിലുള്ള ക്യാഷ് അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്തു. ഇനി വർമാസ് ക്യാപിറ്റൽ ഇവിടെ വരുന്നത്. ജേണൽ എൻട്രിയിലുള്ള എല്ലാ അക്കൗണ്ടും വരും ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാം. വർമാസ് ക്യാപിറ്റൽ അക്കൗണ്ട്, വർമാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1ാമത്തെ ജേണൽ എൻട്രിയിൽ വർമാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. പക്ഷേ വർമാസ് ക്യാപിറ്റൽ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല, ഇത് പേര് അതായതുകൊണ്ട്. അതർ അക്കൗണ്ട് എടുക്കേണ്ടത്, ക്യാഷ് എടുക്കേണ്ടത്, ക്യാഷ് ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ലെഡ്ജറിലേക്ക് ക്രെഡിറ്റ് സൈഡിലാണ് ക്യാഷ് എടുക്കേണ്ടത്. ക്രെഡിറ്റ് സൈഡ് ഇതാണ്. ഡേറ്റ് 1 ജൂലൈ 14 ബൈ ക്യാഷ്, amount 1,50,000. ഇനി ഈ ക്യാപിറ്റൽ വർമാസ് ക്യാപിറ്റൽ അടുത്ത ജേണൽ എൻട്രിയിലില്ല, അടുത്ത ജേണൽ എൻട്രിയിലും ഇല്ല. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടത്. ക്ലോസ് ചെയ്യുമ്പം 31 ജൂലൈയിൽ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് സെയിം എമൗണ്ട്, ഇവിടെ ടോട്ടൽ ചെയ്യാനൊന്നും ഇല്ല, അതുകൊണ്ട് 1,50,000 അങ്ങ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഡേറ്റിന് ബാലൻസ് ബ്രോട്ട് ഡൗൺ 1,50,000. അപ്പോൾ ആ അക്കൗണ്ട് അവിടെ ക്ലോസ് ആയി. നെക്സ്റ്റ് വരുന്നത് ഇവിടെ പർച്ചേസ് അക്കൗണ്ട് വരുന്നുണ്ട്. ക്യാഷ് ചെയ്ത് കഴിഞ്ഞതാണ്, പർച്ചേസ് വരുന്നുണ്ട്. പർച്ചേസ് അക്കൗണ്ട് ചെയ്യാം. പർച്ചേസ് അക്കൗണ്ട് 1ാമത്തെ ജേണൽ എൻട്രിയിൽ പർച്ചേസ് ഇല്ല, 2ാമത്തെ ജേണൽ എൻട്രിയിൽ പർച്ചേസ് ഉണ്ട്. പർച്ചേസ് ഉണ്ടാകുമ്പോൾ പർച്ചേസ് എടുക്കാൻ പാടില്ല, അതർ അക്കൗണ്ട് എടുക്കേണ്ടത്, ക്യാഷ് എടുക്കേണ്ടത്. ക്യാഷ് ഇവിടെ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഈ ലെഡ്ജറിൽ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഡേറ്റ് ശ്രദ്ധിക്കണം, ജൂലൈ 10th. ക്യാഷ് amount 56,000. ഇനി ഈ പർച്ചേസ് എന്നുള്ള പേര് വേറെ അടുത്ത ജേണൽ എൻട്രിയിൽ ഇല്ല, അപ്പോൾ ഇനി നമ്മളതൊന്നും ചെയ്യണ്ട. സാധാരണയായിട്ട് പർച്ചേസ്, സെയിൽസ് എല്ലാ എക്സ്പെൻസും ഇൻകവും ബാലൻസ് ചെയ്യൂല, ഇതുപോലെ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് ഇട്ടിട്ട് ചെയ്യൂല. അത് അവിടെ തന്നെ വെക്കുക, ടോട്ടൽ ചെയ്തിട്ട് അവിടെ വെക്കുക ചെയ്യുക. അത് പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പർച്ചേസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇപ്പം നമ്മളിത് ടോട്ടൽ ചെയ്തിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ അവിടെ വെക്കുക ചെയ്യാം. ബാലൻസ് ക്യാരിഡ് ഓൺ എന്നിട്ട് ഇട്ട് കൊടുക്കില്ല. അപ്പോൾ ഞാനിത് ഇവിടെ തന്നെ വെക്കുക ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. പർച്ചേസും സെയിൽസും ട്രേഡിംഗ് അക്കൗണ്ടിൽ, മറ്റുള്ള എക്സ്പെൻസ്, റെൻറ്റ്, സാലറി അതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി അടുത്ത അക്കൗണ്ട്, ഇതിൽ ക്യാഷ് കഴിഞ്ഞു, സെയിൽസ് എടുക്കണ്ടു. ഇനി ക്യാഷ് നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട്. സെയിൽസ് അക്കൗണ്ട്, ഇതിൽ സെയിൽസ് ഇല്ല, ഇതിലും സെയിൽസ് ഇല്ല, ഇതിൽ മാത്രമേ സെയിൽസ് ഉള്ളൂ. അപ്പോൾ സെയിൽസ് ഉള്ള ജേണൽ എൻട്രിയിൽ അതർ അക്കൗണ്ട് എടുക്കേണ്ട. അതർ അക്കൗണ്ട് ക്യാഷാണ്, ക്യാഷ് ഇവരെ ഡെബിറ്റാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് എഴുതാം 15/8/19 ബൈ ക്യാഷ്, എമൗണ്ട് 25,000. ഇവിടെ വേറെ സെയിൽസിൽ വേറെയൊന്നും പോസ്റ്റ് ചെയ്യാനില്ല, അതുകൊണ്ട് ഇതും ബാലൻസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അസറ്റും ലാബിലിറ്റിയുമാണ് നമ്മൾ സാധാരണയായിട്ട് ബാലൻസ് ചെയ്യുന്നത്. ഈ എക്സ്പെൻസ് ഇൻകം ഒക്കെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ ഇപ്പം വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഇത് ഇങ്ങനെ തന്നെ വെച്ചാലും മതി. ഇനി ക്ലോസ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ 25,000 ഇടുക, ഇവിടെയും 25,000 ഇടുക, ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് 2 തരത്തിലും ചെയ്യാം. പക്ഷേ സാധാരണയായിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത് കൊണ്ട് ഇതിങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഒന്നിൽ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് വീണ്ടും ക്യാഷ് അക്കൗണ്ട് ചെയ്യാതിരിക്കുന്നത്.
അത് ജേണൽ എൻട്രിയിലുള്ള ഓരോ അക്കൗണ്ടിനും ഒരേപോലെയുള്ള എല്ലാ അക്കൗണ്ടിനും ലെഡ്ജർ ആവശ്യമാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ.